ഹായ്, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് നല്ല അടിപൊളി സാമ്പാറിൻ്റെ റെസിപ്പിയാണേ. നമ്മൾ കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാവില്ലേ, നല്ല തേങ്ങ വറുത്തരച്ച നല്ല കുറുന്നനെയുള്ള സാമ്പാർ, അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇവിടെ കൂടുതലും ഞങ്ങളെ വീട്ടിൽ തേങ്ങ വറുത്തരച്ചിട്ടാണ് കേട്ടോ കറി വയ്ക്കാറ്. അപ്പോൾ ഇതേ സാമ്പാറിന് നമ്മൾ എല്ലാ കഷ്ണങ്ങളും, ഒരുവിധ കഷ്ണങ്ങളൊക്കെ സാമ്പാറിന് പറ്റുന്നതാണല്ലോ. എല്ലാ പച്ചക്കറികളും സാമ്പാറിലേക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നാണ് എൻ്റെ ധാരണ. അപ്പോൾ ഇതാ ഫ്രിഡ്ജിലുണ്ടായിരുന്ന ഒരുവിധ പച്ചക്കറികളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ കയ്പ്പയ്ക്കയുടെ ഒരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, സാരമില്ല. പിന്നെ ഇതാ 1.5 മുറി തേങ്ങയാണ് ഞാനിവിടെ തേങ്ങ വറക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പരിപ്പ് 1 ടേബിൾ സ്പൂണോളം കറിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണോളം ഉഴുന്ന്, 1 ടേബിൾ സ്പൂണല്ല 3/4 ടേബിൾ സ്പൂണോളം ഉഴുന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നത് കറിക്ക് നല്ല കൊഴുപ്പുണ്ടാവാനാണേ. പിന്നെ ഇതേ 1/4 ടേബിൾ സ്പൂണ് നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/2 ടേബിൾ സ്പൂണ് ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു 10-15 വെളുത്തുള്ളി അല്ലി തൊലി കളഞ്ഞത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 5 ചെറിയ ഉള്ളി കേട്ടോ, ചുമന്നുള്ളി ചെറിയ ഉള്ളി അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ഇല്ലി കറിവേപ്പില അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വറക്കാനുള്ള സംഭവങ്ങൾ സെറ്റായി. പിന്നെ അതൊരു 4 ടേബിൾ സ്പൂണോളം പരിപ്പ് 2 ഗ്ലാസ് വെള്ളത്തിൽ കഴുകി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ ഞാൻ ചേന കഷ്ണം നേരത്തെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചേനയ്ക്ക് നല്ല വേവാണല്ലോ, പരിപ്പ് വേവ് കുറവാണ് കേട്ടോ. അപ്പോൾ ചേനയുടെ കൂട്ടത്തിലിരുന്ന് വേവട്ടെ, പരിപ്പിൻ്റെ കൂട്ടത്തിലിരുന്നിട്ട് ചേന വേവട്ടെ. പിന്നെ അതേ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ നല്ല ചീഞ്ചട്ടി ചൂടായി വന്നപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അതിലേക്ക് നമ്മൾ കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. കായ ഒന്ന് വറവായി വന്നതിന് ശേഷം തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് ഫ്ലെയിം മീഡിയത്തിലിട്ടിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാൻ. മറ്റേത് ഹൈ ഫ്ലെയിമിലിടുമ്പോൾ വറവ് എല്ലായിടത്തേക്ക് എത്തൂലേ, കാരണം പെട്ടെന്ന് ഒരു ഭാഗം അങ്ങ് വറവായി പോവും, മറ്റേ ഭാഗം തീരെ വറവാണ്ടായിപ്പോവും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിടാം. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് വേണം വറുത്തെടുക്കാനേ. പിന്നെ ഞാനിവിടെ കായപ്പൊടി കൂടുതലായിട്ട് യൂസ് ചെയ്യാറില്ല കേട്ടോ സാമ്പാറിലേക്ക്. കായം തന്നെയാണ്, കഷ്ണം കായം തന്നെയാണ് കൂടുതലെടുക്കാറ്. അങ്ങനെ ഇതേ നമ്മുടെ തേങ്ങയൊക്കെ ഏകദേശം വറവായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ തേങ്ങ വറുത്തെടുക്കണം കേട്ടോ. തേങ്ങ വറവായി വന്നു കഴിഞ്ഞാൽ ചീനച്ചട്ടിയിൽ നിന്ന് ഉടൻ തന്നെ മാറ്റണം. മറ്റേത് ചീനച്ചട്ടി തന്നെ വെച്ച് കഴിഞ്ഞാൽ അത് വറവ് ഒന്നുകൂടി ഒന്ന് മൂപ്പായി പോവേ. അത് നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാം. തേങ്ങയൊക്കെ വറുത്ത് വന്നപ്പോഴേക്കും ഇതേ നമ്മുടെ ചേന കഷ്ണം 1/4 ഭാഗം വെന്തു. പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. പരിപ്പ് വലിയ വേവില്ലാത്ത പരിപ്പാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഉരുളക്കിഴങ്ങും ഉള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ടേ. അത് 2 മിനിറ്റ് അവിടെ കിടന്നാവട്ടെ കേട്ടോ. നല്ല വേവുള്ള കഷ്ണങ്ങളാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അപ്പോഴേക്കും ഇതേ 1 ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. സാമ്പാറിലേക്ക് വാളംപുളി വെള്ളം ഒഴിച്ച് വയ്ക്കുന്നുണ്ട്. പിന്നെ തേങ്ങ ചൂടാറിയപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാം. അത് ഏകദേശമൊക്കെ ഒന്ന് അരഞ്ഞ് വന്നപ്പോഴേക്കും നമ്മൾ ഉരുളൻകിഴങ്ങും ഉള്ളിയൊക്കെ 1/4 ഭാഗം വെന്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി 1/4 ഭാഗം വെന്താൽ അതിലേക്ക് മറ്റേ പച്ചക്കറി കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. പിന്നെ വെണ്ടയ്ക്കയും വഴുതനങ്ങയും തക്കാളി പച്ചമുളകൊക്കെ ലാസ്റ്റ് ഇടുന്നുള്ളൂ കേട്ടോ. ഈ കഷ്ണങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വേവട്ടെ, ഒരു 1/4 ഭാഗം വേവട്ടെ. വേവാകുമ്പോൾ അത് ഇട്ട് കൊടുക്കാം, അതിന് വേവ് കുറവാണല്ലോ. അപ്പോൾ ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഇതേ അതൊരു 1/4 ഭാഗം വെന്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വെണ്ടയ്ക്കയും വഴുതനങ്ങയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ പൊടികളും മസാലയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 3/4 സ്പൂണോളം മുളക് പൊടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിപ്പൊടി കുറച്ച് മുന്തി നിൽക്കണം. പിന്നെ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി. എന്നിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്യുക കേട്ടോ. നല്ല പച്ചക്കറി കഷ്ണത്തിലേക്കൊക്കെ എന്താ പറയുക, മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. പിന്നെ 1 ടേബിൾ സ്പൂണോളം ആവശ്യത്തിന്, 1 ടേബിൾ സ്പൂണെന്ന് ഞാൻ പറയുന്നില്ല, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ അങ്ങനെ പകുതി 1/4 ഭാഗം കഷ്ണങ്ങളൊക്കെ വെന്തു. കഷ്ണങ്ങൾ പകുതി വേവായി കഴിഞ്ഞാൽ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാവേ. പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ച് ഒരു തിള തിളച്ച് കഴിഞ്ഞതിന് ശേഷം
തേങ്ങ അരപ്പ് കൂട്ടി കൊടുക്കാം കേട്ടോ. ഇച്ചിരി തേങ്ങയിൽ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അരപ്പ് കൂട്ടി കൊടുക്കുന്നുണ്ട്. അരപ്പ് കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതേ കുറച്ച് കട്ടി കൂടുതൽ, എന്താ പറയുക, പുളി കുറവ് തോന്നുകയാണെങ്കിൽ, എനിക്ക് ഇച്ചിരി പുളി കുറവുള്ള പോലെ തോന്നി. അപ്പോൾ ഞാൻ ഇച്ചിരിയും കൂടി പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇച്ചിരി കൂടെ പുളിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. ഇച്ചിരി ഉപ്പ് കുറവുള്ള പോലെയും തോന്നിയേ. അപ്പോൾ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇനി ഇരുന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയാണ്. നല്ലൊരു തിളയും കൂടെ തിളച്ചാൽ സാമ്പാർ റെഡിയായി. അപ്പോൾ ദേ നല്ലൊരു തിള വന്നു, സാമ്പാർ റെഡിയായി. അപ്പോൾ ഞാൻ ഇച്ചിരി സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷനിലാണ് ഇട്ട് കൊടുക്കുന്നത്, യാതൊരു നിർബന്ധമില്ല. ഇവിടെ ഇരിപ്പുണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇട്ട് കൊടുത്തത്. സാമ്പാർ പൊടി ഇല്ലെങ്കിലും നമ്മുടെ സാമ്പാർ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതേ 2 ഇലി കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ 2 വറ്റൽമുളകും കടുകൊക്കെ പൊട്ടിച്ച് വറവിട്ടതാണേ, അതും ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയായി കേട്ടോ. നമ്മളെ സദ്യക്കൊക്കെ കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന സാമ്പാർ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളിയാണ്, നല്ല സ്മെല്ലും ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.